ക്ഷീണത്തോടെ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയ മിത്രയെ ശിവ വേദനയോടെ നോക്കിയിരുന്നു പോയി. ഉറക്കത്തിലും വേദന കൊണ്ട് അവളുടെ മുഖം ചുളിയുന്നത് കണ്ട് അവൻ്റെ മുഖം മങ്ങി. ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. രാവിലെ അവളെ ചുംബിച്ചപ്പോൾ തോന്നിയ ആ ഒരു ഫീലിൽ സത്യത്തിൽ അതിങ്ങനൊന്നും വേദനിക്കുന്നത് ഞാൻ ഓർത്തത് കൂടിയില്ലായിരുന്നു. രാവിലെ നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്നതും അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തിക്കൊണ്ട് അവൾ പൂർണ്ണമായൊരു ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അപ്പോഴേക്കും പാവം, പാടില്ലായിരുന്നു, അങ്ങനൊന്നും അവളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ നിമിഷത്തിൽ പറ്റിപ്പോയതാണ്. കുഞ്ഞല്ലേ, പാവം, ഒത്തിരി വേദനിച്ച് കാണും. തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ സങ്കടത്തോടെ നോക്കി. അവൻ അവളുടെ കവിളിൽ മൃദുവായി ചുംബിച്ചു. അവളൊന്ന് കുറുകി. അവൻ പതിയെ അവളെ കൈകളിൽ നിന്ന് എടുത്തുയർത്തി ബെഡിലേക്ക് ചായച്ചു കിടത്തി. അവളുടെ മാറിൽ പതിയെ തലോടി. വേദനിക്കുന്നത് എത്തേട്ടാ, ഉറക്കത്തിലും അവൾ പറഞ്ഞു. ശിവയുടെ മുഖം സങ്കടം കൊണ്ട് ചുവന്നു. സോറി പൊന്ന, അവൻ ഇടർച്ചയോടെ പതിയെ പറഞ്ഞു. ശിവ ബെഡിൽ പതിയെ എഴുന്നേറ്റിരുന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. 4 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രാണനായിരുന്നവൾ, താനില്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവൾ, എൻ്റെ പ്രാണൻ. വർഷങ്ങൾക്കിപ്പുറവും ശിവ അവളെ അങ്ങനെ നോക്കിയിരുന്നു, കണ്ണിൽ കത്തുന്ന പ്രണയത്തോടെ. അവൻ അവളുടെ മുഖത്തിന് നേരേക്ക് പതിയെ ചാഞ്ഞു. അവൻ്റെ കൈകൾ ആ കുഞ്ഞു മുഖത്തുകൂടെ മൃദുവായി തലോടി. അവൻ അവളെ മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിക്കാൻ കൊതി തോന്നി. ശ്രീ, അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. പ്രണയമാണ് പെണ്ണെ നിൻ്റെ ദത്തേട്ടന് നിന്നോട്. അന്നുണ്ടായിരുന്ന അതേ പ്രണയം ഒട്ടും കുറയാതെ ഇന്നും ഈ നെഞ്ചിൽ കിടന്ന് വിങ്ങുന്നുണ്ട് എൻ്റെ പൊന്ന. നിന്നെ ഇതുവരെ ചേർത്ത് പിടിച്ചതും വഴക്കിട്ടതും, എന്തിനേറെ നിന്നെ ദത്തേട്ടൻ നില മദ്യത്തിൻ്റെ പുറത്ത് ആദ്യമായിട്ട് ചുംബിക്കുമ്പോൾ പോലും നിന്നോട് എനിക്ക് പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീ. നീ എൻ്റെ മനസ്സറിയുന്നുണ്ട് പെണ്ണെ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയ ആ നിമിഷം ഞാൻ എന്തുമാത്രം വേദനിച്ചതെന്ന് നിനക്കറിയൂ. അവൻ നിറഞ്ഞ കണ്ണോടെ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ദത്തേട്ടാ, അവൾ കുറുകിക്കൊണ്ട് വിളിച്ചു. ശിവ ഞെട്ടലോടെ അവളിൽ നിന്നും മുഖം മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഉറക്കം തന്നെയാണ് പെണ്ണ്. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ പെണ്ണ്. ആദ്യമായി എന്നോട് പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും അവളുടെ വായിൽ നിന്നും ഈ പേര് കേൾക്കാതിരുന്നിട്ടില്ല. എന്തിനും ഏതിനും ദത്തേട്ടാന്ന് വിളിച്ചുകൊണ്ട് വരും എൻ്റെ കുറുമ്പി. അവൻ്റെ ഹൃദയത്തിൽ അവളോട് പ്രണയം നിറഞ്ഞു കവിഞ്ഞു. നീ അന്ന് എന്തിനാ ശ്രീ എന്നെ വേണ്ടെന്ന് വെച്ചത്? ദത്തേട്ടന് നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വാക്കാൽ നിന്നെ ഒരുപാട് നോവിച്ചു, നിന്നെ ആദ്യമായിട്ട് അടിച്ചു. പക്ഷെ അപ്പോഴും എൻ്റെ നെഞ്ച് വിങ്ങിയിരുന്നു മോളെ. നീ എന്നൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത്. എല്ലാം ദത്തേട്ടനോട് തുറന്നു പറയാമായിരുന്നില്ലേ? ഞാൻ ഉണ്ടാകില്ലായിരുന്നു പെണ്ണെ നിൻ്റെ കൂടെ. എന്തിനാ എല്ലാ വേദനയും ഒറ്റയ്ക്ക് അനുഭവിച്ച് എന്നിൽ നിന്ന് അകന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ ചോദിച്ചു. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരുന്നു. പിന്നീട് നിന്നെ സ്വന്തമാക്കുക തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് എന്ത് ചെയ്യേണ്ടി വന്നാലും നിന്നെ ഞാൻ എൻ്റേതാക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സ്വന്തമാക്കിയല്ലോ ഞാൻ നിന്നെ. ആരൊക്കെ എതിർത്തിട്ടും ഇന്ന് നീ എൻ്റെ അല്ലേ ശ്രീ, എൻ്റെ മാത്രം, ഈ ശിവദത്തൻ്റെ മാത്രം ശ്രീ. നിന്നെ കാണുമ്പോൾ, നിൻ്റെ കണ്ണിൽ എന്നോടുള്ള ഈ മായാത്ത പ്രണയം കാണുമ്പോൾ ഈ ശിവയ്ക്ക് അവനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ശ്രീ. അവൻ മൃദുവായി പറഞ്ഞു. സ്വന്തമാക്കാൻ തോന്നുക ശ്രീ എനിക്ക് നിന്നെ. എൻ്റെ മാത്രമാക്കാൻ കൊതി തോന്നുക. എന്നിലെ പ്രണയമഴ നിന്നിലേക്ക് ഒഴുക്കാൻ നിൻ്റെ ദത്തേട്ടൻ നിന്നെ വല്ലാതെ ആഗ്രഹിക്കുന്നു ശ്രീ. അവൻ്റെ മനസ്സ് പ്രണയത്താൽ അവളോട് മൗനമായി പറഞ്ഞു. ദത്തേട്ടൻ്റെ മോളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ? അറിയാടാ, എനിക്കറിയാം. പക്ഷേ ഇടയ്ക്ക് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ നിമിഷം ഓർമ്മ വരും എനിക്ക്. എന്നിട്ടും ഞാൻ നിൻ്റെ പുറകെ തന്നെ വന്നതല്ലേ ശ്രീ, മാപ്പ് ചോദിച്ചിട്ട്. എന്നിട്ടും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ സഹിക്കും ഞാൻ ആ വേദന? ഇപ്പോൾ ഞാൻ അനുഭവിച്ച അതേ വേദന നീ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഉറക്കല്ലാതെ നടന്ന ആ നാളുകൾ, മദ്യത്തിൻ്റെ കൂട്ടുപിടിച്ച് നടന്ന നാളുകൾ എല്ലാം ഓർക്കുമ്പോൾ ശിവയ്ക്ക് ഇനിയും നിന്നെ സങ്കടപ്പെടുത്താൻ തോന്നുന്നു ശ്രീ. എന്നെ എങ്ങനെയാക്കിയത് നീയല്ലേ? എന്തിനു ദത്തേട്ടൻ്റെ മോള് വേണ്ടെന്ന് പറഞ്ഞത്? എന്തിനാ എൻ്റെ മനസ്സിൽ അത്രമേൽ പ്രണയം നിറച്ച് തന്നിട്ട് എന്നിൽ നിന്ന് നീ അകന്നു പോയത്? അപ്പോൾ ഞാൻ അനുഭവിച്ച വേദന നീ അറിയണ്ടേ? അവൻ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. എൻ്റെ പെണ്ണെ, ഒന്ന് പ്രതികാരം ചെയ്യാൻ സമ്മതിക്കും നീ എന്നെ. അപ്പോഴേക്കും ദത്തേട്ടാന്ന് വിളിച്ച് എൻ്റെ മനസ്സ് മാറ്റാതെ. അവൻ ചിരിയോടെ പതുക്കെ അവളോട് പറഞ്ഞു. നീ എന്നെ ദത്തേട്ടാന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക ശ്രീ. അവൻ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ അവളോട് പറഞ്ഞു.
അതുകൊണ്ടാണ് നിന്നോട് എന്നെ ശിവേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. നീ എന്നെ ദത്തേട്ടാന്ന് വിളിച്ചാൽ ശരിയല്ല പെണ്ണേ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അത്ര കൺട്രോളില്ല. അവൻ സ്വയം ചിരിച്ചുപോയി. അവൾ ഉറക്കത്തിലൊന്ന് കുറുകിക്കൊണ്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചു. എന്നാൽ ശിവ അവളെ അതിനനുവദിക്കാതെ അവളുടെ വയറിൽ പിടിച്ച് വീണ്ടും മലർത്തി കിടത്തി. പക്ഷേ അപ്പോഴേക്കും അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർന്ന് അവളുടെ നഗ്നമായ വയർ അവന് മുന്നിൽ വെളിവായി. ശിവ അത് കണ്ട് അറിയാതെ ഉമിനീരിറക്കിപ്പോയി. പ്രതികാരം, കോപ്പ്, നിനക്കിത് എന്തോന്ന് ശിവ? ഇവളെ കെട്ടിയിട്ട് ഒരു ജീവിതം തുടങ്ങേണ്ടതിന് പകരം അഭിനയിച്ചു പോയില്ലേ. യോഗല്ലപ്പോൾ, അവൻ സങ്കടത്തോടെ സ്വയം പറഞ്ഞു. എൻ്റെ ശ്രീ, അറിയില്ല എനിക്ക് നിന്നോട് എത്ര കാലം ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ പറ്റുന്നു. നിന്നെ വിവാഹം കഴിക്കുമ്പോൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ഇനി എപ്പോഴും കരയിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നിൻ്റെ കഴുത്തിലേക്ക് ആ താലി ഞാൻ ചാർത്തുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നോടുണ്ടായിരുന്നത് പ്രണയം മാത്രമായിരുന്നു. പ്രണയം മാത്രം. നിലവിളക്ക് പിടിച്ച് വലതുകാലം വെച്ച് കയറേണ്ട വീട്ടിലേക്ക് അതില്ലാതെ കയറേണ്ടി വന്നപ്പോൾ നിനക്ക് നൊന്തില്ലേ ശ്രീ? എനിക്കറിയാം ഒരുപാട് നൊന്ത് കാണും. പക്ഷേ നിന്നോടുള്ള പ്രണയം എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞ നിമിഷവും നിന്നിൽ നിന്നും നീ എന്നെ വീണ്ടും വീണ്ടും ആട്ടി ഓടിച്ച ആ നിമിഷമെല്ലാം എൻ്റെ മനസ്സിൽ തെളിയാണ്. എനിക്കതൊന്നും മറക്കാൻ കഴിയുന്നില്ല ശ്രീ. നോവിക്കും നിൻ്റെ ദത്തേട്ട്. ഇനിയും നിൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ നോവിക്കും. അറിയാം ഈ വർഷം അത്രയും നിൻ്റെ ഉള്ളിലും വേദനകൾ മാത്രമായിരുന്നു എന്ന്. പക്ഷേ എന്നിട്ട് എനിക്ക് നിൻ്റെ കണ്ണു നിറഞ്ഞ് കാണാൻ തോന്നുന്നു. പക്ഷേ ഞാൻ കാരണം മാത്രമേ എൻ്റെ പെണ്ണ് കരയാൻ പാടുള്ളൂ. അല്ലാതെ ആരും നിന്നെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്നെ തൊട്ടത് എൻ്റെ കാമം കൊണ്ടല്ല പെണ്ണെ. എൻ്റെ അല്ലേ നീ, എൻ്റെ മാത്രം. പിന്നെ എന്തിനാണ് നീ വേണ്ട തൊത്തിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ അകറ്റുന്നേ? അവൻ്റെ മുഖം വീർത്തു. അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഉറക്കത്തിൽ അവളുടെ കൈകളും അവന് ചേർത്ത് പിടിച്ചു. അത് കണ്ട് ശിവ ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ന് അവന്മാർ നിന്നോട് മിണ്ടാതിരുന്നപ്പോൾ നിനക്ക് സങ്കടമായില്ലേ ശ്രീ? സാരല്ല കേട്ടോ, അത് ദത്തേട്ടൻ പറഞ്ഞത് അവന്മാരോട് നിന്നോട് മിണ്ടരുതെന്ന്. മിണ്ടിയ അവന്മാരെ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതാ ഞാൻ. അല്ലെങ്കിൽ നിന്നോട് അവന്മാർ മിണ്ടാതിരിക്കുമോ പെണ്ണേ? പക്ഷേ അതെൻ്റെ പെണ്ണിന് ഒത്തിരി വേദനിച്ചല്ലേ. നിൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അവളുടെ നെറുകയിൽ അമർന്നുകൊണ്ടിരുന്നു. രാവിലെ എണീറ്റ സമയത്ത് നിന്നെ സോഫയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നിപ്പോയടി. പക്ഷേ പിന്നെ കരുതി അവിടെ കിടക്കട്ടെ എന്ന്. പക്ഷെ ആ പൊട്ടിയ ചുണ്ടൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പെണ്ണെ, എനിക്ക് നിന്നോട് വേറെ എന്തൊക്കെയോ തോന്നിപ്പോയടി. പക്ഷെ ഇന്നലെ രാത്രി നീ ഒന്നും കഴിച്ചില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നിപ്പോയി കുഞ്ഞെ. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിന്നലെ പട്ടിണി കിടക്കുമായിരുന്നു. സോറി മോളെ. അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എല്ലാം ഓക്കെ. അവൾ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നു. അവൾ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കല്യാണത്തിന് തൊട്ട് മുന്നേ വരെ ഞാനിവിടെ വാങ്ങി വെച്ച ഈ ഡ്രസ്സൊക്കെ പിന്നെ ആർക്കാ? അവൻ്റെ മുഖം വീർത്തു. പിന്നെ എന്തോ ഓർത്തതുപോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ എനിക്കാണോ ദത്തേട്ടാന്ന്? ഇവൾക്കല്ലാതെ പിന്നെ ഏതവൾക്ക് ശിവ ഇതൊക്കെ വാങ്ങിക്കൂട്ടി വെച്ചേക്കുന്നത്? ആ ചോദ്യം കേട്ടപ്പോണ്ടല്ലോ നിനക്കിട്ടൊന്ന് തരാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിന്നെ നോവിച്ചാലും വേദനിക്കുന്നത് എനിക്ക് തന്നെയല്ലേ? അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഉറങ്ങുന്നതാണ്ട് എന്തൊരു പഞ്ചപാവാണ് കാന്താരി. എന്നെ എത്ര സങ്കടപ്പെടുത്തിയത് നീ. അതിനൊക്കെ കൂടി തരാടി നിനക്ക് ഞാൻ. അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ചെറുതായൊന്ന് കടിച്ചു. ഉറക്കത്തിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിലേക്ക് തന്നെ അവൻ സ്വയം മറന്ന് നോക്കിപ്പോയി. എൻ്റെ പെണ്ണ്. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. ഞാൻ പറഞ്ഞിട്ട് വേണം നിനക്ക് ഈ റൂമിൽ വന്ന് കിടക്കാൻ ശ്രീ. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റൂം ഉപയോഗിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കരുതി നീ കിടക്കാനും എൻ്റെ അടുത്തോട്ട് വരില്ലെന്ന് ആരറിഞ്ഞു? അവളുടെ ഒരു പേടി. എപ്പോഴും ദത്തേട്ടാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് നിന്നിരുന്നവളാ. അവൻ കലിയോടെ പറഞ്ഞു. നീ എന്നോട് അകലാൻ ശ്രമിക്കരുത് ശ്രീ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഉണ്ടായ ശിവ അത് ക്ഷമിക്കില്ല, ഒരിക്കലും. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അറിയാതെ അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ മുറുകി. അവൾ വേദനയോടെ പറഞ്ഞു. ശിവ ഞെട്ടലോടെ അവളിൽ നിന്ന് കൈ അയച്ചു. അവളുടെ കയ്യിൽ പിടിച്ചമർത്തിയത് അപ്പോഴാണ് അവൻ അറിയുന്നത് തന്നെ. അവൻ പെട്ടെന്ന് അവിടെ തലോടി കൊടുത്തു. മിത്ര ഉറക്കത്തിൽ നിന്നും പതിയെ കണ്ണു തുറന്നുകൊണ്ട് അവനെ നോക്കി. ഒരു നിമിഷം ശിവയുടെ മുഖം വിളറിപ്പോയി. അവൻ പറഞ്ഞത് അവൾ കേട്ട് കാണുമോ എന്നോർത്ത് അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. അവളും അവനെ നോക്കിക്കിടക്കുകയായിരുന്നു. അപ്പോൾ എന്താ? അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചുംബിച്ചു. ശിവ ഞെട്ടിപ്പോയി. അവൻ അന്തം വിട്ട് അവളെ നോക്കിക്കിടന്നു. മിത്ര വീണ്ടും കണ്ണടച്ചു കിടന്നു. ഇവളിത് ഉറക്കത്തിൽ ചെയ്തതാണോ അത് ഉറങ്ങിയിട്ടില്ലേ ഇവൾ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ട് കാണോ? ഇല്ലായിരിക്കും. ഇനി കേട്ടിട്ടുണ്ടാവോ? ചേച്ചേ, കേട്ട് കാണില്ല, ഉറക്കത്തിലാ. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു.
ഇനിയും നിന്നെ ഞാൻ നോവിക്കും ശ്രീ. എന്നെ നീ വേദനിപ്പിച്ചതിന്, കരയിപ്പിച്ചതിന് എല്ലാത്തിനും നിന്നെ ഞാൻ തിരിച്ച് വേദനിപ്പിക്കും, കരയിപ്പിക്കും. എന്നെ ജീവിതത്തിൽ ആദ്യമായി തോൽപ്പിച്ചത് നീയാണ്. ക്ഷമിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിന്നോട്. പ്രണയമാണ്, എൻ്റെ പ്രാണനാണ് നീ. പക്ഷേ എല്ലാം പെട്ടെന്ന് മറക്കാൻ അത്ര നല്ലവനല്ല ഈ ശിവ. അതുകൊണ്ട് ഇനിയും നിനക്ക് നോവും, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്തു പിടിച്ച് കണ്ണുകൾ അടച്ചു. പക്ഷേ എത്രയൊക്കെ അവളെ വേദനിപ്പിച്ചാലും അവളുടെ പ്രണയത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും അവൻ തോറ്റുപോകുകയുള്ളൂ എന്ന് അവൻ ആ നിമിഷം അറിഞ്ഞിരുന്നില്ല. ഇനിയുള്ള നാളുകൾ അവരുടേതാണ്. അവനിൽ നിന്നും അവളിലേക്കുള്ള അവൻ്റെ പ്രണയത്തിൻ്റെ ദൂരം അത് എത്രയായിരുന്നാലും എല്ലാ സങ്കടങ്ങളെയും മറികടന്ന് അവളിലേക്ക് അവൻ അലിയുക തന്നെ ചെയ്യും. എന്നിൽ നിന്നും നിന്നിലേക്കുള്ള എൻ്റെ കാത്തിരിപ്പിൻ്റെ ദൂരമാണ് എൻ്റെ പ്രണയം. തുടരും.